അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കിയാലോ? ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ നല്ല ചായ ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല. നല്ല ചായ നമുക്ക് കുടിക്കാൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അളവും വളരെ കറക്റ്റായിരിക്കണം. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ 1 ഗ്ലാസ് പാലെടുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം, ഈ അളവിൽ വേണം നമ്മൾ ചായ തിളപ്പിക്കാൻ വേണ്ടി കേട്ടോ. അതായത് 1 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ഗ്ലാസ് പാല് ഒഴിക്കണം. അല്ല, കൊഴുപ്പില്ലാത്ത പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും ചേർക്കണം. അതായത് കൊഴുപ്പ് കുറഞ്ഞ പാലാണെങ്കിൽ അങ്ങനെയാണ് ചേർക്കേണ്ടത്. മനസ്സിലായോ? അതായത് 3/4 ഗ്ലാസ് പാലെടുത്തിട്ട് അതിനകത്ത് 1/4 ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് 1 ഗ്ലാസ് ആക്കുക. അതുപോലെ വേണം നിങ്ങൾ എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടി ചായ തിളപ്പിക്കാൻ ആ അളവിൽ വേണം. 75% പാലും 25% വെള്ളവുമായിരിക്കണം. അപ്പോഴാണ് ആ പാല് കൊണ്ട് ചായ തിളപ്പിച്ചാൽ ചായയാവുകയുള്ളൂ. അല്ലാതെ വെറുതെ ചായക്കൊരളവൊന്നുമില്ലാതെ വെറുതെ തിട്ടമൊന്നുമില്ലാതെ പാല് കൊണ്ട് ചായ തിളപ്പിച്ചാൽ ചായ ആവത്തില്ല കേട്ടോ. അതേപോലെ തന്നെ ചായക്ക് കൂടുതൽ കടുപ്പം വേണമെങ്കിൽ തേയില നല്ലതുപോലെ ചേർക്കുക. കടുപ്പം വേണ്ടവർക്കാട്ടോ. കുറഞ്ഞവർക്ക് വേണമെങ്കിൽ കുറച്ച് ചായപ്പൊടി ചേർക്കാം. അതായത് തേയില കുറച്ചിടുക. പിന്നെ നല്ല ചായ നമുക്ക് കുടിക്കണമെങ്കിൽ അത് നല്ലതുപോലെ തിളച്ച് വെന്താലേ ആ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് തീയിൽ പെട്ടെന്ന് തിളയ്ക്കുന്നതിന് പകരം ചെറിയ തീയിൽ പതുക്കെ തിളപ്പിച്ച് വേവിച്ച ചായക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചായ തിളപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ചായയിൽ ഇഞ്ചിയും ഏലക്കയും ചതച്ചിടുക. ഏലക്കയും ഇഞ്ചിയും ചതച്ചിടുന്ന ഇഷ്ടമായവർക്ക് തേയിലയിൽ ഇതെല്ലാം ചതച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല. ചതച്ച ഇഞ്ചി ഉണക്കിയെടുത്ത് തേയിലക്കകത്ത് ഇട്ട് വയ്ക്കുക. അതേപോലെ തന്നെ ഏലക്കായും ചതച്ച് തേയിലക്കകത്ത് ഇടുക. അങ്ങനെ നിങ്ങൾ എപ്പോഴും ചായ ഉണ്ടാക്കിയാൽ ചായയ്ക്ക് ഗുണവും അതിൽ ഏറെ രുചിയും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചായ തിളപ്പിച്ച് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കൂ. അപ്പം നമുക്ക് നല്ല ചായ തന്നെ കുടിക്കാം. ചായ രാവിലെ 1 ഗ്ലാസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അതുമാത്രമല്ല, ചില ആളുകൾ പറയും ആരോഗ്യം നഷ്ടപ്പെടും ചായ കുടിച്ചാൽ. പക്ഷേ 1 ഗ്ലാസ് ചായ കുടിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് നല്ല ഉന്മേഷം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആർക്കെങ്കിലും ഈ വിശ്വാസത്തിന് എതിരാണോ എങ്കിൽ ഇതിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ചായ കുടിക്കുന്നവർ ആരൊക്കെയുണ്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ചായ ഇഷ്ടമില്ലാത്തവരും ചായ കുടിക്കണ്ട എന്നുള്ളവരും ഈ കമൻറ്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഹെൽത്തി ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.